വർഷം 2 കഴിഞ്ഞു. ഇനിയും പകയൊടുങ്ങാതെ സന്ധിയിലേർപ്പെടാതെ ആക്രമണം കടുപ്പിച്ച് യുദ്ധക്കോപ്പ് കൂട്ടുകയാണ് റഷ്യയും യുക്രൈനും. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനെന്നോണം ആണവായുധ നയങ്ങളിലടക്കം റഷ്യ മാറ്റം വരുത്തി. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നേരിട്ടേക്കാം. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി സഖ്യരാജ്യങ്ങളും തയ്യാറെടുത്തു. വരാനിരിക്കുന്നത് 3ാം ലോക മഹായുദ്ധമാണോ എന്ന ചർച്ചകളും സജീവം. അങ്ങനെയെങ്കിൽ അത് ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. യുദ്ധവിരുദ്ധത പ്രചാരണായുധമാക്കിയ ട്രംപ് അധികാരത്തിലെത്തി. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോ ബൈഡൻ മാറി ട്രംപ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യുക്രൈന് അത്ര അനുകൂലമല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സ്റ്റഡി ഓഫ് വാറിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ വേഗത്തിൽ യുക്രൈനിലെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നുണ്ട്. 465 ചതുരശ്ര കിലോമീറ്റർ മാത്രമായിരുന്നു 2023 റഷ്യ പിടിച്ചെടുത്തത്. എന്നാൽ 2024 എത്തിയപ്പോഴേക്കും യുക്രൈൻ്റെ 2700 ചതുരശ്ര കിലോമീറ്റർ റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞു. റഷ്യയിലെ കുർസ്കിലേക്ക് പെട്ടെന്നുണ്ടായ യുക്രൈൻ്റെ കടന്നുകയറ്റം തെല്ലൊന്നുമല്ല അന്ന് റഷ്യയെ അമ്പരപ്പിച്ചത്. ശക്തരായ 500,000-ഓളം വരുന്ന യുക്രൈൻ സൈന്യത്തിന് മുമ്പിൽ റഷ്യ ആദ്യം പതറിയെങ്കിലും പിന്നീട് തിരിച്ചടിച്ചു. യുക്രൈൻ കൈവശപ്പെടുത്തിയ 40% പ്രദേശവും റഷ്യ പിന്നീട് തിരിച്ചുപിടിച്ചു. ആക്രമണവും പ്രത്യാക്രമണവും ശക്തമായതിനു പിന്നാലെ അമേരിക്കയും ഇറ്റലിയും ഗ്രീസും കീവിലെ തങ്ങളുടെ എംബസി അടച്ചു. വടക്കൻ കൊറിയയുമായുള്ള കച്ചവടത്തിൽ തങ്ങളുടെ സൈനിക ബലം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് റഷ്യ. സൈന്യത്തിന് പകരം എണ്ണ, വ്യോമവേദ മിസൈൽ എന്നതായിരുന്നു ഉത്തര കൊറിയയുടെ ആവശ്യം. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് നിരോധനമുള്ള രാജ്യമാണ് വടക്കൻ കൊറിയ. ചെറിയ അളവിൽ മാത്രമേ വടക്കൻ കൊറിയയ്ക്ക് എണ്ണ വിൽക്കാവൂ എന്നാണ് UN-ന്റെ അറിയിപ്പ്. എന്നാൽ UN ഉപരോധം ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഉത്തര കൊറിയയ്ക്ക് റഷ്യ എണ്ണ നൽകി. വടക്കൻ കൊറിയയിൽ നിന്നുള്ള സൈന്യത്തെയാണ് കുർസ്കിലേക്ക് റഷ്യ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകളോടും അഭ്യൂഹങ്ങളോടും റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുദ്ധം എന്തായാലും രൂക്ഷമാവുകയാണ്. റഷ്യയ്ക്ക് അനുകൂലമായ മുന്നേറ്റം. ഇതിനിടെ റഷ്യ തങ്ങളുടെ ആണവ നയത്തിലും മാറ്റം വരുത്തുകയും ചെയ്തു. ഏതൊക്കെ സാഹചര്യത്തിൽ ആണവായുധം പ്രയോഗിക്കാം എന്നതിൽ പുതിയ വ്യവസ്ഥകൾ റഷ്യയിൽ നിലവിൽ വന്നു. ആണവശക്തിയുടെ പിന്തുണയോടെ ആണവശക്തി അല്ലാത്ത രാജ്യം റഷ്യയെ ആക്രമിച്ചാൽ അതൊരു സംയുക്ത ആക്രമണമായി ഇനി റഷ്യ കണക്കാക്കും. സെപ്റ്റംബറിൽ തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ വ്ളാദിമിർ പുതിൻ ഇത് അംഗീകരിച്ചത് ഇപ്പോഴും. ഇനി ആക്രമണം ആണവായുധം ഉപയോഗിച്ച് തന്നെ ആകണമെന്നില്ല. എന്നാൽ റഷ്യയുടെ പ്രത്യാക്രമണം ആണവായുധം ഉപയോഗിച്ചായിരിക്കും. പുതിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുൻകരുതലെടുത്തു കഴിഞ്ഞു. യുദ്ധം കൂടുതൽ രൂക്ഷമാകും എന്ന ഭയത്തിൽ സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ റഷ്യൻ സമീപ രാജ്യങ്ങൾ പൗരന്മാരോട് ഭക്ഷണവും ജലവും സംഭരിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒടുവിൽ ഭയപ്പെട്ട തിരിച്ചടിയെത്തി. പുതിൻ ഓറിയഷ്നിക് എന്നു പേരുള്ള ഹൈപ്പർസോണിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുത്തു. അതീവ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ കുറഞ്ഞത് 5 ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുക. ഓറിയഷ്നിക് പാഞ്ഞത് ശബ്ദത്തിന്റെ 10 ഇരട്ടി വേഗത്തിലും. 1 സെക്കൻഡിൽ 2.5 അല്ലെങ്കിൽ 3 കിലോമീറ്റർ വേഗത്തിൽ. 3 മണിക്കൂറോളം നടന്ന തുടർ സ്ഫോടനങ്ങൾ യുക്രൈനിനെ പരിഭ്രാന്തമാക്കി. ലോകരാഷ്ട്രങ്ങൾ പുതിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും പാശ്ചാത്യൻ രാജ്യങ്ങൾ യുക്രൈനിന് മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. അതേസമയം ബെലാറൂസിന് കൂടി സ്വന്തം കുടക്കീഴിൽ സുരക്ഷ ഒരുക്കുകയായിരുന്നു റഷ്യ ചെയ്തത്. ആക്രമണം ബെലാറൂസിന് നേർക്കെയായാലും അത് റഷ്യയെ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് പുതിൻ പ്രഖ്യാപിച്ചു. ആണവ പോർമുന ഉപയോഗിക്കാവുന്ന മിസൈലാണ് റഷ്യ പരീക്ഷിച്ചത്. ഈ മിസൈലിനെ പടിഞ്ഞാറൻ ശക്തികൾക്ക് പ്രതിരോധിക്കാനാകില്ലെന്നാണ് പുതിൻ പക്ഷം. തങ്ങളുടെ പക്കൽ ഇനിയും മിസൈലുകൾ ബാക്കിയുണ്ടെന്നും വേണ്ടി വന്നാൽ അവ ഉപയോഗിക്കാൻ മടിക്കില്ലെന്നും പുതിൻ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ ഓറിയഷ്നിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശവും പുതിൻ നൽകിയിട്ടുണ്ട്. ഈ മഹാനാശ മിസൈൽ ഇപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമേ ഉള്ളൂ. പുതിന്റെ ഭീഷണി മുഖവിലക്കെടുക്കണമെന്ന ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടോർ ഓർബൽ പറഞ്ഞത് പാശ്ചാത്യ ലോകത്തിന്റെ ചങ്കിടിപ്പിന്റെ സൂചനയാണ്. അതിനേക്കാൾ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നുണ്ട് യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്ത ദീർഘദൂര മിസൈലുകൾക്ക് പിന്നിൽ അമേരിക്കൻ ഭടന്മാരുണ്ടായിരുന്നുവെന്ന റഷ്യയുടെ ആരോപണത്തിൽ. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം യുക്രൈൻ സൈന്യത്തിനില്ല. ഒറ്റ ദിവസം കൊണ്ട് അത് പഠിച്ചെടുക്കാനുമാവില്ല. അമേരിക്കൻ സൈനിക വിദഗ്ധരും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഈ അടുത്തായി പുതിനുമായി സംസാരിച്ചിരുന്നു. 2 വർഷം നീണ്ട ഉപരോധത്തിന് ശേഷമായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതുക്കൽ. എന്നാൽ ജർമ്മനിയിലെ തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കലായിരുന്നു ഷോൾസിന്റെ ലക്ഷ്യമെന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകലിൽ പോളണ്ട്, യുക്രൈൻ, ഫ്രാൻസ്,
ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതൃപ്തിയുമുണ്ട്. ബൈഡൻ മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണെന്ന് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. പിതാവ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേൽക്കും മുമ്പ് എല്ലാം കുളമാക്കാനുള്ള ശ്രമമാണ് ബൈഡൻ നടത്തുന്നതെന്നും മകൻ ആരോപിച്ചിരുന്നു. എന്തായാലും ബൈഡൻ ട്രംപിന് വേണ്ടി ബാക്കി വെക്കുന്നത് കൂട്ടക്കുഴപ്പങ്ങളുടെ നൂലാമാലകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്തിൽ ഒരു യുദ്ധവും ഉണ്ടായിരുന്നില്ല. ഒരിടത്തേക്കും അമേരിക്കൻ പട്ടാളത്തെ അയച്ചിട്ടുമില്ല. മിലിറ്ററി ഇൻഡസ്ട്രിയൽ സമുച്ചയത്തിന്റെ പ്രധാന പങ്കുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്രാണവായു സംഘർഷങ്ങളാണ്, യുദ്ധങ്ങളാണ്. അതില്ലെങ്കിൽ പിന്നെ ആയുധങ്ങളും പടക്കോപ്പുകളും എങ്ങനെ വിൽക്കാനാണ്? ട്രംപ് വരും മുമ്പ് യുദ്ധം തുടരുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാവും എന്ന അഭ്യൂഹവും ഇതിന് പിന്നിൽ ശക്തമാകുന്നുണ്ട്. 1,00,000-ഓളം വടക്കൻ കൊറിയൻ സൈനികരെ കിർസ്കിലേക്ക് അയച്ചതോടെയാണ് ബൈഡൻ മിസൈൽ ആക്രമണത്തിന് യുക്രൈൻ അനുമതി നൽകിയത്. കിർസ്കിലേക്ക് മാത്രമാണ് ഇപ്പോൾ മിസൈൽ തൊടുക്കാൻ അനുമതിയുള്ളത്. ഇതിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഭിന്ന സ്വരങ്ങളുണ്ട്. യുദ്ധം രൂക്ഷമാകാൻ ഇത് ഇടയാകുമെന്നും വലിയ മാറ്റമുണ്ടാക്കില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരിലെ ചില പക്ഷം. അമേരിക്കൻ പക്കലുള്ള ആയുധശേഖരം കുറയുന്നതിലും ആശങ്ക ഉയരുന്നുണ്ട്. നിലവിൽ റഷ്യയ്ക്കാണ് മുൻതൂക്കം. ഓരോ ദിവസം കഴിയുന്തോറും അവർ കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ ശാരീരികമായും മാനസികമായും തളരുകയാണ്. പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ട്രംപിന്റെ വരവിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വേറെയും. പുതിനുമായി ഏറെ അടുപ്പമുള്ളയാളാണ് ട്രംപ് എന്നാണ് പൊതുവിശ്വാസം. അതിനാലാകണം പണിപ്പെട്ടുള്ള ആക്രമണങ്ങൾ. യുക്രൈന് ആന്റി പേഴ്സണൽ ലാൻഡ് മൈനുകളും അമേരിക്ക നൽകിയിട്ടുണ്ട്. ഒരാൾ അടുത്തു വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതാണ് ഇത്തരം മൈനുകൾ. നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവ പ്രവർത്തനരഹിതമാകും. എന്നാൽ ഇവയുടെ ഉപയോഗമോ നിർമ്മാണമോ പാടില്ല എന്ന് 1997 കൺവെൻഷനിൽ തീരുമാനമായതാണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് മുൻകൈയെടുത്താണ് ആ കൺവെൻഷൻ നടന്നത്. പക്ഷേ അമേരിക്കയും റഷ്യയും ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല. റഷ്യൻ ചാവേറുകളെ നേരിടാൻ ഈ മൈനുകൾക്ക് സാധിക്കുമെന്നാണ് യുക്രൈൻ സൈനികർ കരുതുന്നത്. യുദ്ധവിരുദ്ധ പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പിലുടനീളം ഏറ്റുപിടിച്ച് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപാണ് ബൈഡൻ ഈ അനുമതികളെല്ലാം നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധങ്ങളിൽ അമേരിക്ക പങ്കാളികളാകില്ലെന്ന് ട്രംപ് ആവർത്തിച്ചിരുന്നു. യുദ്ധത്തിനുപയോഗിക്കുന്ന പണം അമേരിക്കൻ നികുതിദായകരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. ഇതിനോട് യോജിപ്പുള്ള ജനങ്ങളാണ് ട്രംപിന് ജയം സമ്മാനിച്ചവരിൽ ഏറെയും. അമേരിക്ക സഹായം നിർത്തിയാൽ യുക്രൈന്റെ പരാജയം ഉറപ്പെന്നായിരുന്നു പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. യുക്രൈനെ സഹായിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ മറ്റു രാജ്യങ്ങളും പിന്മാറാനുള്ള സാഹചര്യം ഏറെയാണ്. ചെലവ് എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. ജനങ്ങളുടെ കാഴ്ചപ്പാടും. ഇനി പിൻവാങ്ങിയില്ലെങ്കിൽ തന്നെ എത്ര കാലം യുക്രൈനെ താങ്ങി നിർത്താനാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അമേരിക്കൻ നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളിൽ ഭൂരിപക്ഷവും യുക്രൈന് ഫണ്ടിങ്ങിനെതിരാണ്. യുദ്ധത്തിന് പണം പാഴാക്കുന്നുവെന്നാണ് അമേരിക്കൻ ജനതയും പറയുന്നത്. എല്ലാം യുക്രൈനെതിരെ. പടക്കോപ്പുകളൊരുക്കി റഷ്യയും നിരായുധീകരണത്തിന്റെ വക്കിൽ യുക്രൈനും നിൽക്കുമ്പോൾ ട്രംപിന്റെ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുക്രൈന്റെ ഭാവി. തിരിച്ചടിക്കാൻ റഷ്യ സകല ആയുധങ്ങളും പുറത്തെടുക്കാനൊരുങ്ങുമ്പോൾ മറ്റൊരു ലോക മഹായുദ്ധത്തിനാണോ വഴിവെട്ടുന്നതെന്ന ചോദ്യവും ബാക്കി.